LKLS മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണേ 4.1 എക്സാമ്പിൾ 1 8th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: x³ - 4x² പ്ലസ് x³ - 4x² - x + 1 ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈക്വൽ ടു x - 2 ഇവിടെ നമ്മൾ കൊടുക്കേണ്ട ഐഡൻറ്റിറ്റിയാണ് ഈ കൊടുക്കേണ്ടത്. അതായത് a - b നെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? a³ - 3a² b + 3ab² - b³ ഇതാണ് നമ്മുടെ എക്സ്പാൻഷൻ. ഓക്കെ, ഇതെങ്ങനെയാണ്? a - b അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. എല്ലാവർക്കും അതറിയുന്ന കേസാണ്. ദെൻ x³ - 4x² - x + 1 ഈക്വൽ ടു ഇതേ ഫോമിൽ കേട്ടോ. a³ എന്ന് പറയുമ്പോൾ എന്താണ്? x³. ഇനി മൈനസ് 3a² b എന്ന് പറയുമ്പോൾ 3 × x² × 2 പ്ലസ് 3ab² എന്ന് പറയുമ്പോൾ എന്താണ്? 3 × a പറയുന്ന ആരാണ്? x ആണ്, ഇൻറ്റു ഈ 2² മൈനസ് b² എന്നാണ്. അപ്പോൾ -2 സോറി, സ്ക്വയർ അല്ല കേട്ടോ, ക്യൂബാണ്. ഇവിടെ ഈ രണ്ടറ്റത്തും ക്യൂബാണ്, തെറ്റെഴുതാരും. ഇനി ഇവിടെ വരുമ്പോൾ എന്താണ്? x³ - 4x² - x + 1 ഈക്വൽ ടു നമുക്ക് ഒന്നും കൂടി ഇതിനെ കറക്റ്റ് ചെയ്ത് എഴുതാം. x³ ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 × x² × 2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ഇതിൻ്റെ മുന്നിൽ മൈനസാണ്, സോ -6x². ഇനിയോ 3 × x × 2. അപ്പോൾ നമ്മൾക്ക് എന്താ കിട്ടിയത്? ഇവിടെ എന്താ വരിക? 2 2s are 4 അല്ലേ? ഇവിടെ സ്ക്വയർ ഉണ്ട് കേട്ടോ, ഇവിടെ സ്ക്വയർ ഇടണം. ക്ലിയർ ആയിട്ട് തെളിഞ്ഞിട്ടില്ല. ഓക്കെ, സോ 2 2s are 4, 4 × 3 എത്രയാണ്? 12x അല്ലേ? അപ്പോൾ ഇവിടുത്തെ -2 ആയിരുന്നു, പക്ഷേ മൈനസ് ഇൻറ്റു മൈനസ് വരുമ്പോൾ അത് പ്ലസ് ആയി മാറി, സോ 12x. അതായത് -2 × -2 എന്താണ്? +4 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ +4 × 3 എന്ന് പറയുമ്പോൾ എന്താണ്? +12 കിട്ടി. ഇനിയോ ഇവിടെ മൈനസ്, ഇവിടെ എന്താ പറയുക? ക്യൂബാണ് അല്ലേ? 2 × 2 × 2 എന്ത് കിട്ടി? -8 ആയിരിക്കും വരിക, ഈക്വൽ ടു 0. ഇനി നമ്മൾ ആദ്യം പഠിച്ച പോലെ തന്നെ ഇതിനെ എടുത്തെഴുതുക. അതിനുശേഷം ഇതിനെ ഈക്വലിൻ്റെ ഇപ്പുറത്തേക്ക് എല്ലാം ട്രാൻസ്പോസ് ചെയ്ത് കൊണ്ടുവരിക. സോ നമ്മൾ ആദ്യം ഇതെടുത്ത് എഴുതിയിട്ടുണ്ട്, ഇവിടെ വരെ എടുത്തെഴുതി. ഇനി എന്ത് ചെയ്യുക? x³ വന്നപ്പോൾ -x³ ആയി. ഈ -6x² വന്നപ്പോൾ എന്തായി? +6x². ദെൻ +12x ഇപ്പുറേക്ക് കൊണ്ടപ്പോൾ -12x. ദെൻ -8 ഈക്വൽ സൈഡിൻ്റെ ഇപ്പുറേക്ക് ആക്കിയപ്പോൾ +8 ഈക്വൽ ടു 0. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം? ലൈക്ക് ടേംസിനെയൊക്കെ നമുക്ക് ഒരുമിച്ച് ഇങ്ങോട്ട് എടുക്കാം അല്ലേ? നോക്കിയേ, ഫസ്റ്റ് എന്താ വരിക എന്ന് ഇവിടത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ x³ ഇവിടെ -x³ ആണ്, സോ അതെന്ത് ചെയ്തു? നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അടുത്ത ലൈക്ക് ടേംസ് എന്ന് പറയുന്നത് -4x². ഇവിടെ ആരാ ഉള്ളത്? സ്ക്വയറിൽ വരുന്ന 6x² ആണ്. അപ്പോൾ അത് തമ്മിൽ ഇവിടെ മൈനസും ഇവിടെ പ്ലസ്സും ആണല്ലേ? അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൈനസ് ചെയ്തു. മൈനസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് എന്താ കിട്ടിയത്? 2x² കിട്ടി. ക്ലിയർ ആയല്ലോ? ഈ -4x² +6x² കൂടി മൈനസ് ചെയ്തപ്പോൾ 2x² കിട്ടി. ക്ലിയർ? അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ലൈക്ക് ടേംസിനെയുള്ളത് നമുക്ക് നോക്കാം അല്ലേ? ഇവിടെ എന്താ ഉള്ളത്? -12x ഉണ്ട്, ഇവിടെ ഒരു -x ഉണ്ട്. അപ്പോൾ എക്സിൻ്റെ കോഫിഷ്യൻ്റ് എപ്പോഴും 1 ആണ്. സോ ഇത് തമ്മിൽ മൈനസും വന്നതുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യുമ്പോൾ -3x. ഇനി റിമൈൻ ചെയ്തത് ആരൊക്കെയാണ്? ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 8 ഉണ്ട്. രണ്ടിൻ്റെ മുന്നിൽ പ്ലസ് ആണ്, സോ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. 8 + 1 what? 9 ഈക്വൽ ടു 0. ഇത് നമ്മളുടെ ഫോമിൽ കിട്ടിയല്ലോ. ax² + bx + c ആണ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഇത് എന്തെന്ന് ലാസ്റ്റ് എഴുതാം? ഹെൻസ് ദിസ് ഇക്വേഷൻ ഈസ് ഇൻ ദ ഫോം ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്ലിയർ?